إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർച്ചി പാലിക്കണമെന്ന് സ്വന്തത്തിൽ ബാധ്യതയുള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം അനുസരിക്കുന്ന വിശ്വാസികളുടെ, മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവരുടെയും ഖബറുകളെ വിശാലമായി കൊടുക്കുമാറാകട്ടെ. രക്ഷിതാക്കൾ, ചെറിയ മക്കൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഓഫറുകൾ മുന്നോട്ട് വെക്കാറുണ്ട്. നീ മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ ബീച്ചിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നിനക്ക് ഇന്ന സാധനം വാങ്ങിത്തരും എന്നൊക്കെ മക്കൾ രക്ഷിതാക്കളോട് പറയുന്നത് ഈ പറയപ്പെട്ട ഓഫർ, തനിക്കിഷ്ടപ്പെട്ട ആ സാധനം ലഭിക്കാൻ വേണ്ടി അവൻ എത്ര പ്രയാസപ്പെട്ടും ആ ഭക്ഷണം കഴിക്കുമെന്നുള്ളത് കൊണ്ടാണ്. സ്കൂളിൽ പഠിക്കുന്ന, പരീക്ഷയെ നേരിടുന്ന വിദ്യാർത്ഥികളോട് ചില രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട്, നീ പരീക്ഷയിൽ ഇത്ര മാർക്ക് വാങ്ങിയാൽ അല്ലെങ്കിൽ ഫുൾ A+ കരസ്ഥമാക്കിയാൽ ഞാൻ ഇന്ന സാധനം തരും, ഇന്ന സമ്മാനം തരും എന്നൊക്കെ പറയുമ്പോൾ ആ സമ്മാനം ലഭിക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി നന്നായി പണിയെടുക്കുന്ന, പ്രയത്നിക്കുന്ന മക്കളാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്, തനിക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു ഓഫർ അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ ഓഫർ കരസ്ഥമാക്കാൻ വേണ്ടി പിന്നെ എന്ത് പ്രയാസം സഹിക്കാനും എന്തെല്ലാം മാറ്റിവെക്കാനും അവൻ തയ്യാറാക്കും. ഇത് ഭൗതിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുടെ വിഷയത്തിൽ നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു വിഷയമാണ്. കുട്ടികളുടെ വിഷയം മാത്രമാണ് ഉദാഹരണം പറഞ്ഞത്. മുതിർന്ന ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും, ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ പല തരത്തിൽ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
പിന്നെ അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പഠിപ്പിച്ചത് അവൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ആരാണ് ഏറ്റവും നന്നായി പണിയെടുക്കുന്നത് എന്ന് പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ലോകത്ത് ഏറ്റവും നന്നായി പണിയെടുത്ത ആളുകൾക്ക് മരണത്തിന് ശേഷം പരലോകത്ത് ലഭിക്കാനുള്ളത് സ്വർഗലോകമാണ് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തിന്മകൾ ചെയ്ത് നന്മകൾ കുറവ് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടക്കാനുള്ള സങ്കേതം ഭീമാകാരമായ നരകമായിരിക്കും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം ഈ രണ്ടാലൊരു സങ്കേതമല്ലാതെ മറ്റൊന്നും അവന് കിട്ടാനില്ല. ഒന്നുകിൽ സ്വർഗം, വ ഇമ്മാ അന്നാർ, അല്ലെങ്കിൽ നരകം. രണ്ടാലൊരവസ്ഥ മാത്രമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. അതിൽ ഏതൊരാളും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹം മനസ്സിലുള്ളപ്പോഴും ജീവിതത്തിൽ പല തിന്മകളും മാറ്റിവെക്കാൻ കഴിയുന്നില്ല, നന്മകളിലേക്ക് മുന്നേറാൻ കഴിയുന്നില്ല. അത് മനുഷ്യന്റെ ഒരു ദുർബലതയാണ്. പിശാചവനെ പിന്തിരിപ്പിക്കുന്നത് കൊണ്ട്, പിൻവലിക്കുന്നത് കൊണ്ട് നന്മകളിൽ അവൻ പിന്നോക്കം നിൽക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നന്മകളിൽ മുന്നേറുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രാപ്തമാക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടത്തെക്കുറിച്ച്, ആ വലിയ ഓഫറിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സറസിലേക്ക് കയറി വരുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധ്യമാകും. അബൂ മൂസ ഉമറിന്റെ സദസ്സിലേക്ക് കയറുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖം പൊത്തി കരയുകയായിരുന്നു. തല താഴ്ത്തി കയ്യിലേക്ക് മുഖം ചേർത്തുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് കരയുന്ന ഉമറിനോട് ചോദിച്ചു, അമീർ അൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ നേതാവേ, താങ്കൾ എന്തിനാണ് കരയുന്നത്? താങ്കൾ കരയേണ്ടതില്ല. താങ്കളുടെ പ്രയാസം ഈ അബൂ മൂസക്ക് സാധ്യമാകുന്ന രൂപത്തിൽ മാറ്റിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തല ഉയർത്തിയിട്ടില്ല. ആവർത്തിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പതുക്കെ തലപോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, അബൂ മൂസ, എനിക്ക് സ്വർഗത്തിൽ ഇടം ലഭിക്കുമോ എന്നായിരുന്നു. എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്നായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തെ ചോദ്യം. സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 10 പേരുടെ പേരെടുത്ത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ രണ്ടാമതായി പറഞ്ഞ പേര് ഉമർ അള്ളാഹുവിന്റെ പേരായിരുന്നു. പ്രവാചകന് പലവരും അദ്ദേഹത്തിന് സ്വർഗത്തിൽ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ വലിയ കൊട്ടാരം ഉമറിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രവാചകന്റെ തിരുനാവിൽ നിന്നും കേട്ടിട്ടും ആ സഹാബിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം, അത് തന്നെ അതിലേക്ക് എത്തിക്കുമോ എന്ന ഭീതി ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന മഹനീയമായ നേട്ടം ആഗ്രഹിച്ചത് കൊണ്ടായിരുന്നു അവർക്കൊക്കെ അങ്ങനെ കൊതിക്കാൻ കഴിഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ആ സ്വർഗത്തെ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം എങ്ങനെയാണ് എന്ന്, സ്വർഗം എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്, അവിടെയുള്ള അവസ്ഥകൾ എന്താണ് എന്ന്, അവിടെയുള്ള ആളുകളുടെ പ്രായം എന്താണ് എന്ന്, അവിടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് എന്നൊക്കെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടാൽ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സറിയാതെ അതിലേക്ക് എത്തുവാനായി കൊതിച്ചു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര പോയപ്പോൾ സിദ്റത്തുൽ മുൻതഹ അടുക്കലേക്ക് പോയതിനെ കുറിച്ച് അള്ളാഹു സൂറത്തുൽ നജ്മിൽ വിശദീകരിച്ചതാണ്. ഇൻദഹാ ജന്നത്തുൽ മഅവ, ആ സിദ്റത്തുൽ മുൻതഹ അടുക്കലാണ് ഉന്നതമായ ശാശ്വത വാസത്തിനുള്ള സ്വർഗമുള്ളത് എന്നാണ്. ഈ ആയത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗം 7 ആകാശങ്ങൾക്ക് മുകളിൽ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ് എന്നാണ്. ഒരിക്കലും സ്വർഗം ഈ ലോകത്തല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പറയുന്നത് പോലെ ഈ ലോകമാണ് സ്വർഗം, ഒരൊറ്റ ജീവിതം മാത്രമാണ് നമുക്കുള്ളത്, പരമാവധി അടിച്ചു പൊളിക്കാൻ നമുക്ക് കഴിയണം എന്നൊക്കെ ചില ആളുകൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അല്ല, സ്വർഗം 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്നാണ്. അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പണിയെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. കാരണം സ്വർഗം വിശാലമാണ്. ഒരു വിശ്വാസിക്ക് കടന്നാൽ ലഭിക്കാനുള്ള സ്വർഗത്തിലെ സങ്കേതങ്ങൾ, സൗകര്യങ്ങൾ അതിവിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതി വൽ അർള്. ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിന് വേണ്ടിയും
അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയും നിങ്ങൾ പരിശ്രമിച്ചു കൊള്ളുക, നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക. സാരിയോ, നിങ്ങൾ പണിപ്പെടണം, ധൃതിപ്പെടണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. മുത്തഖീങ്ങൾക്കാണ് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് സ്വർഗത്തിന്റെ വിശാലത. 7 ആകാശങ്ങൾക്ക് മുകളിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അത് ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. സ്വർഗത്തിന്റെ എടുപ്പ് എങ്ങനെയാണ് എന്ന്, എത്ര നിലകളുണ്ട് എന്ന് ഒക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഹലോകത്ത് ഒന്ന് കയറണമെന്ന് ആഗ്രഹിക്കുന്ന അമ്പരചുംബികളായ നിലകളായ ബിൽഡിങ്ങുകൾ ഉണ്ടാകും, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകും, സൗകര്യങ്ങൾ ഉണ്ടാകും. ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു കെട്ടിടത്തിന് എത്ര ഉയരമാണുള്ളത്? 1 കിലോമീറ്ററും ചില്ലറയും മാത്രമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സ്വർഗത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിൽ 100 നിലകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ആയി പരിഗണിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിന് 100 നിലകളാണുള്ളത്. ആ 100 നിലകളിൽ മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഒരു നിലയുടെ ഉയരം എത്രയാണ്? നമ്മുടെ വീട്ടിലെ, നമ്മുടെ പള്ളിയിലേക്ക് ഉയരം എന്നുള്ളത് 2, 3, 4 ആളുകൾക്ക് പരമാവധി പോയാൽ അത്രയും ആളുകൾ ഉയരം മാത്രമാണ് 2 നിലകൾക്കിടയിൽ ഉണ്ടാവുക. എന്നാൽ സ്വർഗത്തിൽ ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്കുള്ള ഉയരം എന്ന് പറഞ്ഞാൽ മാ ബൈന സമാഇ വൽ അർദ്, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്ര വിശാലതയുണ്ടോ അത്രയും വിശാലമാണ് സ്വർഗത്തിൽ ഒരു നിലയിൽ അടുത്ത നിലയിലേക്ക്. അപ്പോൾ എത്ര ഉയരമുണ്ടാകും? ഈ വലിയ ആകാശത്തിന്, 1-ാം ആകാശത്തിന് താഴെയാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും മറ്റു ഗോളങ്ങളുമെല്ലാം. ലക്ഷക്കണക്കിന് ഭൂമിയെ കൊള്ളാൻ മാത്രമായ വിശാലമായ സൂര്യനെ ഒരു ചെറിയ പൊട്ടുപോലെയാണ് നമ്മൾ കാണുന്നത്. അതേ, ആകാശം അത്രയും ഉയരത്തിലായതുകൊണ്ടാണ്. ആ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അത്രയും വിശാലതയാണ് സ്വർഗത്തിൽ അള്ളാഹു 2 നിലകൾക്കുള്ളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞത്, ഫിൽ ജന്നതി 100 ദറജ മാ ബൈന കുല്ലി ദറജതൈനി 100 ആമിൻ, സ്വർഗത്തിൽ നിന്നും ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്കുള്ള ഒരു ദൂരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് 100 വർഷം സഞ്ചരിക്കാനുള്ള അത്രയും ദൂരമാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിശാലമായിരിക്കും അത്. സ്വർഗത്തിൽ അത് വളരെ പെട്ടെന്ന് അടുത്ത നിലയിലേക്ക് എത്തും. ഇഹലോകത്ത് 100 വർഷം സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്താണ് സ്വർഗത്തിലെ 2 നിലകൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. അത്രയും വിശാലമായ സൗകര്യങ്ങൾ ഓരോ നിലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. ആ സ്വർഗത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിന്റെ നിർമ്മിതി എങ്ങനെയായിരിക്കും? അതൊരു പള്ളിയുടെ മിനാരം പോലെ, കുബ്ബ പോലെയുള്ള ആകൃതിയിലായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം പ്രവാചകനെ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുന്നുവെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ സ്വർഗത്തിൽ ഫിർദൗസിനെ ചോദിക്കണം. ഫഇന്നഹു ഔസതുൽ ജന്നതി വഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും നടുവിലുള്ളതും ഏറ്റവും ഉയരത്തിലുള്ളതുമാകുന്നു സ്വർഗത്തിലെ ഫിർദൗസ് എന്നാണ്. ഫിർദൗസാണ് ഏറ്റവും മധ്യത്തിലുള്ളത്, ഫിർദൗസാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. അപ്പോൾ അതൊരു കുബ്ബയുടെ ആകൃതിയിലായിരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതിന് ഏറ്റവും മുകളിലേറ്റം, അത് ഏറ്റവും മുകളിലാണ്, ആ നിർമ്മിതിയുടെ ഏറ്റവും നടുവിലുമാണ്. ഈ രൂപത്തിൽ നിർമ്മിതിയായിരിക്കും സ്വർഗത്തിനുണ്ടാവുക. ഇനിയോ ആ സ്വർഗം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കല്ലുകളെ കുറിച്ച്, അവിടെയുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും പ്രവാചകൻ പഠിപ്പിച്ചു. സഹാബികൾ കൂടിയിരിക്കുമ്പോൾ അവരുടെ ചർച്ചകൾ പലപ്പോഴും പരലോകത്തെ കുറിച്ചായിരുന്നു. നമ്മൾ ഇന്ന് അങ്ങാടിയിൽ കൂടിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കല്യാണ വീടുകളിൽ കൂടിയിരിക്കുന്നത് പോലെ നമുക്ക് പറയാനുള്ളത് മറ്റുള്ള ആളുകളെ കുറിച്ചും അതല്ലെങ്കിൽ ആളുകളുടെ കുറ്റവും കുറവുകളുമാണ്, അല്ലെങ്കിൽ ഭൗതികമായ പല കാര്യങ്ങളാണ്, ബിസിനസ്സുകളെ കുറിച്ചാണ്. സഹാബികൾ പരസ്പരം കൂടിയിരിക്കുമ്പോൾ അവർ ഒന്നിരിക്ക്, നമുക്കല്പം പരലോകത്തെ കുറിച്ച് ആലോചിച്ച് വിശ്വാസം പുതുക്കാമെന്നായിരുന്നു പറയാറുണ്ടായിരുന്നത്. അവർക്ക് പലപ്പോഴും പരലോകത്തിന്റെ അവസ്ഥയും സ്വർഗത്തെക്കുറിച്ചും ഖിയാമത്ത് നാളെ കുറിച്ചും ഒക്കെയാണ് അവരുടെ ചിന്ത. അങ്ങനെ ഇരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ ജന്നത്തു വമാ ബിനഉഹ, റസൂലേ സ്വർഗത്തിന്റെ എടുപ്പ് എങ്ങനെയാണ്, സ്വർഗത്തിന്റെ നിർമ്മിതി എങ്ങനെയാണ്? അവർക്ക് ആഗ്രഹം കൊണ്ട് അവർ ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വർഗത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലബിനത്തും മിൻ ഫിദ്ദ വലബിനത്തും മിൻ ദഹബ്, സ്വർഗത്തിൽ അതിന്റെ ചുമരുകളിലുള്ള ഒരു കല്ല് സ്വർണം കൊണ്ടാണെങ്കിൽ മറ്റൊരു കല്ല് വെള്ളി കൊണ്ടാണ്. നമ്മൾക്കിന്ന് വീടുകൾ ഉണ്ടാക്കുമ്പോൾ പല തരത്തിലുള്ള ചുവരുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ചെങ്കല്ല് ഉപയോഗിക്കുന്നവരുണ്ട്, ഇഷ്ടിക ഉപയോഗിക്കുന്നവരുണ്ട്, ഹോളോ ബ്രിക്സ് ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റു പലതും ഉപയോഗിക്കുന്നവരുണ്ട്. ചിലതിൻ്റെ മണം ചിലർക്ക് ഇഷ്ടമില്ല, ചിലതിൻ്റെ രൂപം ചിലർക്ക് ഇഷ്ടമില്ല, അതിനെ തേപ്പ് കഴിപ്പിക്കണമെന്നും അല്ല എന്നും നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുവരുകൾ ഒരുക്കിയിട്ടുള്ളത് ഒരു കല്ല് സ്വർണത്തിൻ്റെതാണെങ്കിൽ മറ്റൊരു കല്ല് വെള്ളിയുടേതാണ്. നോക്കൂ സുഹൃത്തുക്കളെ, പരിപൂർണമായ സ്വർണവും വെള്ളിയും കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കല്ലുകളാണ്. വമിലാതുഹാ അൽ മിസ്കുൽ അദ്ഫർ, ഇനിയോ ഈ 2 സ്വർണത്തിന്റെയും വെള്ളിയുടെയും കല്ലുകൾ കൂട്ടി യോജിപ്പിക്കുവാൻ അതിനിടയിലുള്ള കുടകളില്ലേ,
നമ്മൾ രണ്ട് കല്ലുകൾ ചേർത്ത് വെക്കുമ്പോൾ ഇടയിലേക്ക് ഫില്ല് ചെയ്യാറുള്ള സിമെന്റിന്റെയും മണ്ണിന്റെയും ഫില്ലിങ്സ് ഇല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ കല്ലുകൾക്കിടയിലുള്ള ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ അത് അതിശീഘ്രമായ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന അതിദൂരത്തേക്ക് എത്തുന്ന കസ്തൂരിയുടെ ഗന്ധമുള്ള ആ കസ്തൂരിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഇടയിലുള്ള കുഴകൾ കസ്തൂരിയാണ്. സ്വർഗത്തിൽ എന്ന വിശാലമായ സ്വർഗത്തിന്റെ നിർമ്മിതിയിൽ നടക്കുമ്പോൾ താഴെ ഉണ്ടാകുന്ന ചരൽക്കല്ലുകൾ, നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ആ മണ്ണിലുണ്ടാകുന്ന ചെറു കല്ലുകളില്ലേ, ആ കല്ലുകൾ എന്ന് പറഞ്ഞാൽ അൽ യാഖൂത്ത് വൽ ലുഅ്ലു, അത് മുത്തും പവിഴവും മാണിക്യവുമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. വതുർബതുഹാ അസ്സഅഫറാൻ, സ്വർഗത്തിൽ താഴെയുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ അത് സഅഫറാൻ, കുങ്കുമമാണ് എന്നാണ്. കുങ്കുമം നമ്മൾക്കൊരു ചെറിയ 100 ഗ്രാം കിട്ടണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം? വലിയ വിലയുള്ള ആ കുങ്കുമമാണ് സ്വർഗത്തിലെ മണ്ണുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു നിർമ്മിതി നമുക്ക് ഇഹലോകത്ത് ആലോചിക്കാൻ കഴിയുമോ? സ്വർണത്തിന്റെയും വെള്ളിയുടെയും ചുവരുകൾ, കസ്തൂരിയുടെ ഫില്ലിങ്സ്, നിലത്താണെങ്കിൽ മുത്തും പവിഴവും അതേപോലെ തന്നെ കുങ്കുമവും വിതറപ്പെട്ടിരിക്കുന്ന ഈ സുന്ദരമായ നിർമ്മിതി, അതിലേക്കൊന്ന് പ്രവേശിക്കാൻ ആളുകൾക്ക് എന്ത് കൊതിയുണ്ടാകും? നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലാഹുവേ സ്വർഗത്തിലേക്കൊന്ന് കയറ്റുമോ, ഒന്ന് കാണിക്കുമോ എന്നൊക്കെ. അതിന്റെ സുന്ദരമായ നിർമ്മിതി കണ്ട് മനസ്സിന്റെ അകത്തളങ്ങളിൽ ആഗ്രഹമുറച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്രയും സുന്ദരമായിരിക്കും ആ സ്വർഗം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കതിലേക്കൊന്ന് പ്രവേശിക്കേണ്ടതില്ലേ? ആ സ്വർഗം നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹമായി കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടി പണിയെടുക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിശദീകരിച്ചുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു നൽകുന്നു. സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെ കുറിച്ച് പ്രവാചകന്റെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് സുബഹി നമസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്തിൽ കേട്ട സൂറത്തു സജ്ദയുടെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സത്യവിശ്വാസികളെ, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. എൻ്റെ വിശ്വാസികൾക്ക്, എൻ്റെ അടിമകൾക്ക് അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി കൊണ്ട് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന, അല്ലാഹു മറച്ചു വെച്ചിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയില്ല എന്നാണ്, ഒരാൾക്കും അറിയില്ല. എന്തൊക്കെ സ്വർഗത്തിൽ കിട്ടുമെന്ന് നമ്മൾക്കാർക്കും അറിയില്ല. സ്വർഗം കണ്ടവരുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിന് ചില മേഖല വിഹരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് യാത്രയിലും പലപ്പോഴും സ്വപ്നത്തിലുമായിക്കൊണ്ട് സ്വർഗത്തിലെ ചില സൗകര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ ഗ്രഹണ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കെ ഒന്ന് മുന്നോട്ടേക്ക് നടന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, റസൂൽ, എന്താണ് താങ്കൾ പെട്ടെന്ന് മുന്നോട്ടേക്ക് നടന്നത്? റസൂല് പറഞ്ഞു, സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല എനിക്കൊന്ന് കാണിക്കപ്പെടുകയുണ്ടായി. അത് കണ്ടപ്പോൾ തന്നെ അതൊന്ന് പിടിക്കാനും വേണ്ടി ഞാൻ മുന്നോട്ടേക്ക് കുതിച്ചതായിരുന്നുവെന്നാണ്. പിന്നീട് നരകം കാണിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പിന്നോട്ടാഞ്ഞുവെന്നും ഹദീസിന്റെ ബാക്കിയിൽ കാണാം. പ്രവാചകൻ പറഞ്ഞു, ആ സ്വർഗത്തിലെ മുന്തിരിക്കുല എങ്ങാനും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാലാകാലത്തേക്ക് അത് മാത്രം മതിയാകുമായിരുന്നുവെന്നാണ് പ്രവാചകൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, എൻ്റെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ ഇബാദുകൾക്ക് വേണ്ടി, അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു സ്വർഗത്തിൽ മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. കാണിക്കപ്പെട്ട ആളുകളുണ്ട്, അവർ കണ്ടിട്ടില്ലാത്ത സൗകര്യങ്ങളും സ്വർഗത്തിലുണ്ട്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത് പ്രവാചകൻ കണ്ടത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പലതും കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ അപ്പുറത്തുള്ളത് സ്വർഗത്തിലുണ്ട്. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ചിന്തിച്ചാലെത്തുന്നതിനും അപ്പുറത്തുള്ള സൗകര്യങ്ങൾ അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. കേട്ടതിനപ്പുറത്ത്, കണ്ടതിനപ്പുറത്ത്, ചിന്തിക്കാൻ കഴിയുന്നതിനെയും അപ്പുറത്തുള്ള സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹുവും പ്രവാചകനും വിശദീകരിച്ച് നൽകിയ, വ്യക്തമാക്കി നൽകിയ, രൂപം പറഞ്ഞു നൽകിയ സ്വർഗത്തിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഹദീസിൽ നമുക്കതും കൃത്യമായി കൊണ്ട് കാണുവാൻ സാധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ അവർ നരകത്തിൽ അവർക്കുള്ള ശിക്ഷകളെല്ലാം അനുഭവിച്ചതിന് ശേഷം നെഹ്റുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു പുഴയിൽ അല്ലാഹു മുക്കിയെടുത്തിട്ട് സുന്ദരമായ രൂപത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആ മനുഷ്യനോട്
അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അതറല്ലാ അയ്യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂക്കി ദുനിയ, എനിക്ക് എന്താണ് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ ഭൂമി ലോകത്തെ രാജാക്കന്മാരിൽ ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ള ഒരു രാജാവിനുള്ള ആ സൗകര്യങ്ങൾ നിനക്ക് നൽകിയാൽ ലഭിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിചാരിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. രാജാവിൻ്റെ മെത്തയും രാജാവിൻ്റെ കൊട്ടാരവും രാജാവിൻ്റെ ആഭരണങ്ങളും രാജാവിൻ്റെ വസ്ത്രങ്ങളും രാജാവിൻ്റെ പരിവാരങ്ങളും രാജാവിൻ്റെ സൗകര്യങ്ങളുമെല്ലാം വലിയ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്. വലിയ വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കാണാറുള്ളത്. അങ്ങനെ ഇഹലോകത്ത് ഒരു രാജാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ മുഴുവനും നിനക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകുമടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യന് പറയുമത്രേ, അല്ലാഹുവേ, ഞാൻ തൃപ്തിയടയും, എനിക്കതിനേക്കാൾ വലുത് എന്താണ് കിട്ടാനുള്ളത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, ലകദാലിക് വമിസ്ലുഹു 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 വമിസ്ലുഹു, നിനക്ക് അതേപോലെയുള്ളത്, എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് അപ്രകാരമുള്ള 4 ഇരട്ടി ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അവസാനമായി സ്വർഗത്തിലേക്ക് എത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് ഇഹലോകത്തൊരു രാജാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗകര്യത്തിന്റെ 4 ഇരട്ടിയാണ്. അവിടെ അവസാനിച്ചോ? ഇല്ല. അള്ളാഹു വീണ്ടും പറയുന്നു, ഹാദാ ലക വഅശറതു അംസാലിഹി വലക മസ്തഹൈതു നഫ്സക വലദ്ദത അയ്യുനുക, ഈ 4 ഇരട്ടിയല്ലേ, അവിടെയും അവസാനിക്കുന്നില്ല, അതിന്റെയും 10 ഇരട്ടി. അപ്പോൾ ഇഹലോകത്തൊരു രാജാവിന് ലഭിക്കുന്ന സൗകര്യങ്ങളുടെ 40 ഇരട്ടി സൗകര്യങ്ങൾ സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന മനുഷ്യനുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവൻ കൊതിക്കുന്നതെല്ലാം അവനവിടെ ലഭിക്കും. അവന്റെ കണ്ണിന് കൺകുളിർമ ലഭിക്കുന്ന പോലെയുള്ളത് അവിടെ ലഭിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അള്ളാഹുവോട് ആവർത്തിച്ച് ചോദിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ചില ആളുകളുണ്ട്. ആ മനുഷ്യൻ എനിക്കെന്ത് ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുമത്രേ, ഇദ്ഗബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയിക്കൊള്ളുക, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, ഫഇന്ന ലക മിസ്ലു ദുനിയ വഅശ്റതു അംസാലിഹ, നിനക്ക് ഈ ദുനിയാവ് മുഴുവനും അതിന്റെ 10 ഇരട്ടി ഉണ്ട് എന്നാണ്. ഈ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ? നമ്മൾ കൊതിക്കുന്ന പലതും, ഒരു വട്ടമെങ്കിലും പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളും സൗകര്യങ്ങളുമില്ലേ? ഒരു വട്ടമെങ്കിലും കയറണമെന്ന് ആഗ്രഹിക്കുന്ന പല സൗകര്യങ്ങളുള്ള ബിൽഡിങ്ങുകളും സ്ഥലങ്ങളുമില്ലേ? ഒരു വട്ടമെങ്കിലും ഒന്ന് താമസിക്കണമെന്ന് വിചാരിക്കുന്ന പല നാടുകളില്ലേ? അങ്ങനെ എത്രയെത്ര നാടുകൾ ഈ ലോകത്തുണ്ട്. ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്ന എത്ര സുന്ദരമായ സ്ഥലങ്ങളുണ്ട്. ആ ദുനിയാവിലുള്ളത് മുഴുവൻ അതിന്റെ 10 ഇരട്ടിയാണ് ഒരു മനുഷ്യന്, ഏറ്റവും അവസാനമായി പ്രവേശിക്കുന്ന മനുഷ്യന് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് നരകത്തിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസാനത്തെ മനുഷ്യന് ലഭിക്കാനുള്ളതാണെങ്കിൽ, നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം ലഭിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനു വേണ്ടിയാണ് സുഹൃത്തുക്കൾ നമ്മൾ പണിയെടുക്കേണ്ടത്. ഈ സുന്ദരമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു അവിടെ സ്വർഗവാസികളുടെ ആ ആനന്ദത്തെ ഇല്ലാതാക്കി കളയുന്ന ഒരു സെക്കൻഡ് പോലും ഉണ്ടാകില്ല എന്നാണ്. ഒരു സെക്കൻഡ് പോലും ഉണ്ടാവുകയില്ല. എല്ലാ സൗകര്യങ്ങൾക്കിടയിൽ നിന്നും നമ്മൾ പ്രയാസപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ വിയർപ്പ്, മനുഷ്യന്റെ ദുർഗന്ധം, മലമൂത്ര വിസർജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതൊക്കെ സമയം കളയുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചില ആളുകളെയെങ്കിലും. പക്ഷെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, സ്വർഗവാസികൾ ലാ യബൂലൂൻ വലാ യതഗവ്വതൂൻ വലാ യംതഖിതൂൻ വലാ യത്ഫുലൂൻ, സ്വർഗവാസികൾക്ക് മലമൂത്ര വിസർജനമില്ല, അവർ കഫം തുപ്പുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. സഹാബി റസൂൽ, പിന്നെ എങ്ങനെയാണ് അവർ തിന്നുന്ന കാര്യങ്ങൾ അതൊക്കെ ദഹിച്ചു പോകുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു, അവരുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് കണങ്ങൾ പുറത്തേക്ക് വരും. ആ വിയർപ്പ് കണങ്ങൾക്കാണെങ്കിൽ കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, ആലോചിച്ച് നോക്കൂ. നമ്മൾ സുഖ സൗകര്യങ്ങളിൽ മാറി നിൽക്കുന്ന ഒരു സെക്കൻഡ് പോലും ഉണ്ടാകരുത്. അടിമകൾക്ക് പരിപൂർണമായ ആസ്വാദനം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ മാത്രം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ മനുഷ്യനെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇന്ന അഹദഹും ലയുഅതാ ഖുവ്വത മിഅതി റജുലിൻ മിനൽ മത്അമി വൽ മശ്റബി വശഹവതി വൽ ജിമാ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി അവന് തീറ്റയിലും കുടിയിലും മറ്റെല്ലാ കാര്യങ്ങളിലും 100 ആളുകളുടെ കരുത്ത് നൽകുമെന്നാണ്. ഒരു മനുഷ്യന് 100 ആളുകളുടെ കരുത്തായിരിക്കും.
ഇനി അവന്റെ പ്രായമോ പ്രവാചകനെ പഠിപ്പിക്കുന്നു, ചെറുപ്രായത്തിൽ മരിച്ചവനായാലും ശരി, വലിയ പ്രായാധിക്യത്തിൽ മരിച്ചവരായാലും ശരി, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെല്ലാം 33 വയസ്സുള്ളവരായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ചോരത്തിളപ്പിന്റെ യൗവനത്തിന്റെ പ്രായമാണ് 33 എന്നുള്ളത്. ആ പ്രായത്തിലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ എന്തെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നോ അതെല്ലാം ആവോളം അവന് കിട്ടുമെന്നാണ്. ഇനിയോ എത്രയെത്ര വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു നൽകിയിരിക്കുന്നു. സൂറത്ത് മുഹമ്മദിന്റെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, സ്വർഗത്തിൽ മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമില്ലേ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആനസിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, പിന്നെ ചവർപ്പില്ലാത്ത നല്ല രുചിയുള്ള പാലിന്റെ പുഴകൾ അവിടെയുണ്ട്, സ്വച്ഛമായ വെള്ളത്തിന്റെ പുഴകൾ അവിടെയുണ്ട്. വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, മദ്യത്തിന്റെ പുഴകൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു. വൻഹാറും മിൻ അസലിൻ മുസഫ, അതേപോലെ തന്നെ തേനിന്റെ അരുവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അവിടെ മദ്യം കുടിപ്പിക്കപ്പെടും, അവിടെ തേന് ലഭിക്കും, അവിടെ പാല് ലഭിക്കും, എല്ലാം അവിടെ ലഭിക്കുമെന്നാണ്. എന്നാൽ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷനുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ മദ്യം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുന്നു, റസൂലേ എങ്ങനെയായിരിക്കും ആ മദ്യമെന്ന്? സ്വർഗത്തിലെ മദ്യം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തുള്ള മദ്യം പോലെയല്ല. അതിന് ദുർഗന്ധം ഉണ്ടാവുകയില്ല, അതിന് മത്തുണ്ടാവുകയില്ല. സുന്ദരമായ മദ്യം എന്നുള്ളത് പേര് മാത്രമായിരിക്കും. സ്വർഗത്തിൽ ലഭിക്കുമെന്ന് ഇപ്പോൾ പഠിപ്പിക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ, അവിടെ ഈത്തപ്പഴം ലഭിക്കും, അവിടെ മുന്തിരി ലഭിക്കും, അവിടെ പാല് ലഭിക്കും, അവിടെ ആപ്പിൾ ലഭിക്കും എന്നൊക്കെ ആയത്തുകളിലുണ്ട്. അവിടെ മദ്യം ലഭിക്കും എന്നൊക്കെ വചനങ്ങളിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിൽ ലഭിക്കുന്ന ഈ സൗകര്യങ്ങളിൽ ഭൂമിയിലുള്ളത് അതിന്റെ പേരുകൾ മാത്രമാണ്. ഭൂമിയിലുള്ളത് പേരുകൾ മാത്രമാണ്. സ്വർഗത്തിൽ പാലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് പാല് എന്നുള്ളത്. അതിനെ ഒരിക്കലും നമ്മൾ ഇഹലോകത്തെ പാലുമായിട്ട് നമ്മൾ തുലനം ചെയ്യുവാനേ പാടില്ല. കാരണം ഇഹലോകത്ത് ചില ആളുകൾക്ക് പശുവിൻ്റെ പാൽ ഇഷ്ടമല്ല, ചില ആളുകൾക്ക് പൊടിപ്പാലാണ് ഇഷ്ടം, ചില ആളുകൾക്ക് പിന്നെ പാല് തന്നെ ഇഷ്ടമല്ല. അത്തരം അവസ്ഥകളൊക്കെ കാരണം പശുവിൻ്റെ അകിടിയിൽ നിന്ന് ഒരു കാലിയുടെ അകിടിൽ ചൂടോടുകൂടി വരുന്ന മണമൊന്നും ചില ആളുകൾ സഹിക്കുകയില്ല. പക്ഷെ സ്വർഗത്തിൽ പാലെന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതൊരു ജന്തുവിൻ്റെയും അകിടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതല്ല. സ്വർഗത്തിൽ ആപ്പിൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് നമ്മൾ കടയിൽ പോയി തിരഞ്ഞെടുത്ത് വാങ്ങിയ വലിയ വലിയ ആപ്പിളായിരുന്നാലും ചിലപ്പോൾ വീട്ടിലെത്തി മുറിച്ചു നോക്കിയാൽ കേടുകൾ ഉണ്ടാകും. രുചി നമുക്ക് അറിയാൻ സാധ്യമാവുകയില്ല. ചിലപ്പോൾ ചവർപ്പുള്ള രുചിയായിരിക്കും. പക്ഷേ സ്വർഗത്തിൽ ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇഹലോകത്ത് ആപ്പിളല്ല, അത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മറ്റൊരു നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലില്ലാത്തതായ സുന്ദരമായ പഴങ്ങളായിരിക്കുമെന്നാണ്. എല്ലാം സഹോദരങ്ങളിൽ സ്വർഗത്തിലുണ്ട്. പക്ഷേ അതൊക്കെ ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷനുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സുഹൃത്തുക്കളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാന ക്വാളിറ്റി? ആ ക്വാളിറ്റി നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയപ്പെട്ടതെല്ലാം ലഭിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ആരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടേതാണ് അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിഞ്ഞ ആളുകൾ, ജീവിതത്തിൽ ശിർക്ക് വെക്കാത്ത ആളുകൾ, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹു ഈ സ്വർഗം, സുന്ദരമായ സ്വർഗം, സുഖസൗകര്യങ്ങളുടെ സ്വർഗം അത് നിഷിദ്ധമാക്കിയിരിക്കുന്ന, ഒരിക്കൽ പോലും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ആളുകൾ അതാരായിരിക്കും? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകളാണ്. ആരാധനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പങ്കു ചേർത്ത ആളുകളാണ് എങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വമഅവാഹുമുന്നാർ, അവർക്കുള്ള സങ്കേതം മഹ്വാഉന്നാർ, അവർക്കുള്ള സങ്കേതം നിത്യനരകമായിരിക്കുമെന്നാണ്. അവിടെ വമാലിദ്ദാലിമീന മിൻ അൻസാർ, അവിടെ അക്രമികൾക്ക് ഒരു സഹായം കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ശിർക്ക് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ സുന്ദരമായ സ്വർഗത്തിന്റെ ഒരൊറ്റ അനുഭൂതി പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മക്കൾക്ക് അസുഖം വരുമ്പോൾ ഏതെങ്കിലും തങ്ങളുടെ അടുക്കലേക്ക് പോയി, ജാറത്തിങ്കിലേക്ക് പോയി തങ്ങളുടെ പ്രയാസങ്ങളെ പറഞ്ഞുകൊണ്ട് ഷേഖേ എന്റെ കുട്ടിയുടെ അസുഖം മാറ്റണേ എന്ന് പറയുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസങ്ങൾ സമർപ്പിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കെട്ടിയിട്ട ചരടുകളിൽ, കെട്ടിയിട്ട ഐക്കല്ലുകളിലും ഏരസുകളിലും
പരിപൂർണമായി അവലംബിക്കുന്ന ആളുകൾ, ഒരു കുട്ടിയുടെ അരികിൽ ഒരു ഏലസ് കെട്ടിക്കൊടുത്താൽ ആ കുട്ടിക്ക് ഒരു അസുഖമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, തൻ്റെ കയ്യിൽ കെട്ടിയിട്ട ഏലസ് എൻ്റെ എല്ലാ പ്രയാസത്തെയും മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, പ്രവാചകനെ പഠിപ്പിച്ചല്ലേ, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്. ആരാണോ ഈ രൂപത്തിലുള്ള തമീമത്ത് ഏലസ് കെട്ടിയത്, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ആ ശിർക്ക് ചെയ്താൽ സുഹൃത്തുക്കളെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അശ്റക്, അതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ മാത്രം പ്രാർത്ഥിക്കേണ്ട ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളാകട്ടെ, അല്ലാത്ത സമയങ്ങളാകട്ടെ, കാലത്തിന് വീഴുമ്പോൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്ന ആളുകൾ, അവർ നമസ്കരിച്ചത് കൊണ്ടോ അവർ നോമ്പെടുത്തത് കൊണ്ടോ അവർ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ഈ ശിർക്ക് എന്ന കൊടുംബാധകം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ ഉന്നതമായ സുഖസൗകര്യങ്ങളുടെ, ആർഭാടങ്ങളുടെ, സന്തോഷങ്ങളുടെ, നേട്ടങ്ങളുടെ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ, അത്തരത്തിൽ ധാരാളക്കണക്കിന് നന്മകൾ ചെയ്തുകൊണ്ട് എന്തെല്ലാം നന്മകൾ എനിക്ക് ചെയ്യാൻ കഴിയുമോ ആ നന്മകളെല്ലാം ഒന്നും ഒഴിവാക്കാതെ ചെയ്തുകൊണ്ട് ഈ സ്വർഗമെന്ന സുന്ദരമായ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ പണിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവൻ്റെ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയും ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു നേട്ടമായി കൊണ്ട് പഠിപ്പിച്ചു. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ മദ്യം കുടിച്ചാൽ ഒരിക്കലും അവന് മറ്റൊന്നും കുടിക്കേണ്ടി വരികയില്ല, അത്രയും ആസ്വാദനമായിരിക്കും. ഈ ദുനിയാവിലുള്ള മദ്യം പോലെ അത് ലഹരി ഉണ്ടാക്കുന്നതോ മത്തുണ്ടാക്കുന്നതോ ദുർഗന്ധമുണ്ടാക്കുന്നതോ അല്ല. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മദ്യം ലഭിക്കുന്ന ആളുകൾ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, ആ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് ലഹരി നുണയാത്ത ആളുകൾക്ക് മാത്രമാണ്. ഈ ദുനിയാവിൽ ലഹരിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നുണഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പരലോകത്തെ സ്വർഗത്തിൽ ഈ നേട്ടം ലഭ്യമാകില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും ഒരു നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ലഹരിക്ക് പിന്നാലെ പോകുന്ന അവസ്ഥാവിശേഷം ഇന്ന് ധാരാളമായിട്ടുണ്ട്. അത് കുടിയായാലും, അതല്ലെങ്കിൽ പൊടിയാകയാലും, അതല്ലെങ്കിൽ വലിയായാലും, ആ രൂപത്തിൽ പലതരത്തിൽ പുകവലിക്കുന്ന, മദ്യം നുണയുന്ന, അതല്ലെങ്കിൽ മറ്റു പല പേരുകളിൽ അറിയപ്പെടുന്ന ലഹരിക്ക് പിന്നാലെ പോകുന്ന ഒരു യുവസമൂഹം ഇന്നുണ്ട്. അവർ ആലോചിക്കേണ്ടത്, ഇവിടെ നമുക്ക് നൈമിഷികമായ ആസ്വാദനങ്ങൾ നമുക്കതുകൊണ്ട് കിട്ടിയേക്കാം, പക്ഷേ ഇത് നമ്മൾ തുടരുന്നുവെങ്കിൽ, ഈ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ പരലോകത്തത് ഒരിക്കലും സ്വർഗത്തിൽ നമുക്കത് ലഭിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന ഒരു തിന്മയെ നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കലും അതിന് പിന്നാലെ പോകില്ല എന്ന്. ഉറച്ച തീരുമാനങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറാൻ കഴിയും. സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകൾ ഇത്തരം തിന്മകൾക്ക് പിന്നാലെ, പ്രത്യേകിച്ച് ലഹരികൾക്ക് പിന്നാലെ പോകുന്നത് അവരുടെ വിശ്വാസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. സമൂഹത്തിൽ നിരീശ്വരവാദ നിർമ്മത ചിന്തകളുള്ള ആളുകളാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. ഒരു ലഹരി ആസ്വദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് നിരീശ്വരവാദികളെ ദൈവമില്ല എന്ന് പറയുന്ന, സ്വർഗമില്ല എന്ന് പറയുന്ന, ഈ ലോകത്തോ ഈ ദുനിയാവോടുകൂടി എല്ലാം അവസാനിക്കും, അതുകൊണ്ട് പരമാവധി ആസ്വദിക്കണം, ലഹരി നുണയാതെ എന്തൊരാസ്വാദനമാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിൽ നിന്നും ആളുകളെ പിൻവലിക്കുന്ന ഒരു സമൂഹം ഇന്ന് അധികരിച്ചു വരികയാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ അത്തരം ആളുകൾ അവരുടെ പല തരത്തിലുള്ള സംസാരങ്ങളും വീഡിയോകളുമായി കൊണ്ട് ഊരി ചുറ്റുകയാണ്. നമ്മുടെ പല ആളുകളെയും ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം എൻ എക്സ് മുസ്ലിം, ഞാനൊരു ഇസ്ലാം മതം വിട്ടവനാണ് എന്നൊക്കെ അഭിമാനമായി കൊണ്ടൊക്കെ പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയൊരു അപകടമാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ യുവാക്കളുടെ ഇടയിലൊക്കെ ഇത്തരം ചിന്തകൾ അവരിലേക്ക് വരുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതിലേക്ക് മുളയിലേ നുള്ളുവാൻ, യുക്തിരഹിതമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ യുക്തിവാദികളുമായി കൊണ്ട്
ഈ ചിന്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, അത്തരം ചിന്തകളുള്ള സംശയങ്ങളുള്ള ആളുകൾക്ക് തുറന്ന് ചോദിക്കുവാനുള്ള ഒരു അവസരം ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളെയും നടക്കുന്ന നമ്മുടെ പ്രൊഫൈസ് എന്ന പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരത്തെ ഒരു സെഷൻ, പിന്നെ അത്തരത്തിലുള്ള സെഷനാണ് കണ്ണൂരിൽ പ്രത്യേകം ഒരുക്കി വെച്ച ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഒരു ഓപ്പൺ ഡയലോഗ് നടക്കുകയാണ്. യുക്തിവാദ ചിന്തയുള്ള അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അതിനെ കെണിയിലേക്ക് വീണുപോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ നമ്മൾ അതിലേക്ക് എത്തിക്കുവാൻ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞായറാഴ്ച ദിവസം ഈ IT രംഗത്തും അതേപോലെ പ്രൊഫഷണൽ രംഗത്തുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകളുടെ കുടുംബത്തിനൊന്നാകെ മക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ സെഷനുകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളെയുമായി നടക്കുകയാണ്. നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇനി ഒരു അവസരം ഇതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടേക്ക് നമ്മൾ ആളുകളെയൊക്കെ എത്തിക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന അത്തരം ആളുകളൊക്കെ ശരിയായ ദീനിൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കുണ്ടായിരുന്ന മാറ്റം പോലെ വലിയ മാറ്റം അവർക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാടിനും അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി നടക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വലിയ ഒരു ചെലവ്, സാമ്പത്തികമായ ചെലവുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വലിയ ലക്ഷ്യങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ നടത്തുന്നത്. വലിയൊരു ആദ്യത്തെ ഒരു സംരംഭമാണ്, തുറന്ന ഒരു അവസരം ഈ യുക്തിരഹിതവാദികൾക്ക് വേണ്ടിയുള്ള അത്തരം ആളുകളുടെ ആഭാസങ്ങൾ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാം ഇനിയും തുടരാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അതിന് തുടക്കത്തിലുള്ള പ്രോഗ്രാം എന്ന നിലയിൽ തന്നെ ഇത് ഏറ്റവും വിജയകരമായി കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പ്രൊഫഷണൽ ഫാമിലിയിലുള്ള മക്കൾക്ക്, ഓരോ പ്രായത്തിലെ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായ സെഷനുകളാക്കി തിരിച്ചുകൊണ്ട് 6 വേദികളായി നടക്കുന്ന ആ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി നടക്കൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു കർത്തവ്യമായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്, ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് സാമ്പത്തികമായി കൊണ്ട് അതിന് ഏതൊക്കെ രൂപത്തിൽ സഹായിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ നമ്മളതിന് സഹായം നൽകണമെന്ന് കൂടി അറിയിക്കുകയാണ്. നമ്മുടെ കീശയെ ബാധിക്കുന്ന രൂപത്തിൽ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സഹോദരന്മാരെ അതിന് സാമ്പത്തികമായി നമ്മൾ സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കളക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് നൽകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം സ്വാലിഹായ കർമ്മങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനെ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണം റഹ്മാനെ. മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് നിന്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. പടച്ചറബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ. 2 ലോകത്തും അവർ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിലും സുഹൃത്ത് വലയങ്ങളിലുമുണ്ട് റഹ്മാനെ. അവരുടെ എല്ലാം അസുഖങ്ങൾ നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നരകത്തിൻ്റെ കത്തിയാളുന്ന വർഗ്ഗങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റല്ല അല്ലാ. സ്വർഗത്തിൻ്റെ ഉന്നതമായ വഹായസിൽ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് റഹ്മാനെ നീ രക്ഷയും സമാധാനവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين من كل ذنب.